വെറും 15 സെന്റിമീറ്റർ മുല്ലപ്പൂവിന് നടി നവ്യ നായർ 1.25 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടി വന്നത്. മെൽബണിലെ വിമാനത്താവളത്തിലാണ് താരത്തിന് 8ന്റെ പണി കിട്ടിയത്. എന്താകും ഓസ്ട്രേലിയക്കാർ ഈ മുല്ലപ്പൂവിനോട് ഇത്ര ശത്രുത? പറക്കാൻ ഒരുങ്ങും മുമ്പ് ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ കീശ കീറില്ല. പൂവിന് മാത്രമല്ല, ഓസ്ട്രേലിയയുടെ ആവാസ വ്യവസ്ഥയെയും ജൈവ സന്തുലിതാവസ്ഥയും ബാധിക്കുന്ന ഒന്നിനും രാജ്യത്തേക്ക് പ്രവേശനമില്ല. 2015 ഓസ്ട്രേലിയൻ പാർലമെന്റ് പാസാക്കിയ ജൈവ സുരക്ഷാ നിയമപ്രകാരം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പല വസ്തുക്കൾക്കും നിരോധനമുണ്ട്. അധിനിവേശ സസ്യങ്ങളും ജീവികളും പ്രാണികളും മണ്ണും എന്തിനേറെ സൂക്ഷ്മജീവികൾക്ക് വരെ വിലക്കുണ്ട്. ഓസ്ട്രേലിയയുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയാണ് ഇതിന് പിന്നിൽ. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം പോലെ തന്നെ പ്രധാനമാണ് ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും എന്ന തിരിച്ചറിവാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഇത്തരമൊരു നയം പാസാക്കിയതിന് പിന്നിൽ. എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകാമെന്ന് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ബോർഡർ വാച്ച് വിശദമാക്കുന്നുണ്ട്. ഇനി അഥവാ മറ്റൊരു രാജ്യത്ത് നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വിലക്കുള്ള എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാം. സസ്യങ്ങളുടെ ശാസ്ത്രീയ വർഗീകരണം ഉൾപ്പെടെ വ്യക്തമാക്കി ഓസ്ട്രേലിയൻ കാർഷിക വകുപ്പിന്റെ പ്രത്യേക അനുമതി തേടിയാൽ യാത്രയിൽ പൂക്കളും ചെടികളുമൊക്കെ കരുതാം. പൂക്കൾ, പഴങ്ങൾ, പച്ചക്കറികൾ, വിത്തുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പാലുത്പന്നങ്ങൾ, പേട, ഗുലാബ് ജാമുൻ, അരി, ചായപ്പൊടി, വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം, തേൻ, വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണം, ചെടികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഉണ്ടാക്കിയ മരുന്നുകൾ ഉൾപ്പെടെ 100ഓളം സാധനങ്ങൾക്ക് വിലക്കുണ്ട്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ നിയമക്കുരുക്കോ പിഴശിക്ഷയോ ലഭിക്കാം. ഓസ്ട്രേലിയയിൽ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള കുരുക്കുണ്ടെന്ന കാര്യവും മറക്കരുത്. ന്യൂസ് ഡെസ്ക്, ജനം.